എല്ലാവർക്കും സ്റ്റഡി സോണിലേക്ക് സ്വാഗതം. PWD എക്സാമിൻ്റെ ഡീറ്റെയിൽസ്, അതായത് മുൻവർഷത്തെ അഡ്വൈസ് ഡീറ്റെയിൽസും അതിൻ്റെ സിലബസിനെ കുറിച്ചുമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് കേരള PSC PWDയും അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിൻ്റെയും എക്സാം മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എക്സാം ഡേറ്റ് കേരള PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതെന്നാണെന്ന് കൂടെ നോക്കിയിട്ട് ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് കാറ്റഗറി നമ്പർ 180/25 അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ PWD. ഓക്കെ, എക്സാം വരുന്നത് February 4th, 2026 ബുധനാഴ്ചയാണ് എക്സാം നടക്കാൻ പോകുന്നത്. ഇവിടുത്തെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് 18021 അടുത്തത് 097/2025 അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡും സെയിം ഡേറ്റിലാണ് എക്സാം നടക്കാൻ പോകുന്നത്, February 4th, 2026. ഇവിടുത്തെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് 12862 പേരാണ്. അഡ്മിറ്റ് ടിക്കറ്റ്സ് അവൈലബിൾ ആവാൻ പോകുന്നത് January 21 അഡ്മിറ്റ് കാർഡ് കിട്ടും. ഇനി മുൻവർഷങ്ങളിൽ നടന്നിട്ടുള്ള PWD അഡ്വൈസ് ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത്. 2018 വന്ന നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ 232/2018. ഇവിടെ സാലറി ഡീറ്റെയിൽസും നമ്പർ ഓഫ് വേക്കൻസീസ് ആൻറ്റിസിപ്പേറ്റഡ് ആയിരുന്നു. ഈ കാറ്റഗറിയിൽ ഉണ്ടായിരുന്ന എക്സാം നടന്നത് February 6, 2020 എക്സാം നടന്നത്. റാങ്ക് ലിസ്റ്റ് എഫക്റ്റിൽ വന്നത് April 9, 2021. മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നത് 400 നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ആയിരുന്നു മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നത്. സപ്ലിമെൻ്ററി ലിസ്റ്റിലും അത്യാവശ്യം വലിയൊരു സപ്ലിമെൻ്ററി ലിസ്റ്റായിരുന്നു. കുറേ നമ്പേഴ്സ് ഓഫ് കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു അതിലും. ഇവിടുത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 52.33 ആയിരുന്നു ഈ ലിസ്റ്റിൻ്റെ കട്ട് ഓഫ് മാർക്ക്. ടോപ്പ് മാർക്ക് വന്നത് 73.67 ആണ്. ഇത് ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് ഇൻക്ലൂഡ് ചെയ്യാത്ത മാർക്കാണ് 73.67 എന്ന് പറയുന്നത്. ഈ ലിസ്റ്റ് പ്രകാരം ടോട്ടൽ അഡ്വൈസ് പോയത് 166 പേർക്കാണ്. ടോട്ടൽ അഡ്വൈസ് 166 പേർക്കാണ് പോയിട്ടുള്ളത്. ലാസ്റ്റ് അഡ്വൈസ് നടന്നത് June 10th, 2024 ലാസ്റ്റ് അഡ്വൈസ് പോയത്. എത്രാമത്തെ റാങ്ക് വരെ അഡ്വൈസ്ഡ് ആയി എന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓപ്പൺ കാറ്റഗറി, SC ST OBC അങ്ങനെയുള്ള എല്ലാ കാറ്റഗറി കാര്യങ്ങളും ഇതിൽ കാണിച്ചിട്ടുണ്ട്. 135 വരെ ഓപ്പൺ കാറ്റഗറിയിൽ പോയി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം വന്ന PWDയുടെ എക്സാം കാറ്റഗറി നമ്പറാണ് 660/2022. ഇവിടെ സാലറിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. സെയിം ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷനും സെയിം സാലറി ആണ് വരുന്നത്. ഇവിടുത്തെ എക്സാം നടന്നത് June 7, 2023 June 7 എക്സാം വന്നത്. ഷോർട്ട് ലിസ്റ്റ് 2023 25 ഷോർട്ട് ലിസ്റ്റ് വന്നു. റാങ്ക് ലിസ്റ്റ് May 6, 2024 May 6 റാങ്ക് ലിസ്റ്റും എഫക്റ്റിൽ വന്നു. ഇത് പ്രകാരം മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്ന കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് 70 ആണ്. ലിസ്റ്റ് ചെറുതായിരുന്നു. കട്ട് ഓഫ് 56.33 ആയിരുന്നു. ഹയസ്റ്റ് മാർക്ക് വന്നത് 72.33 ആണ്. ഇതും ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് ഇൻക്ലൂഡ് ചെയ്യാത്ത മാർക്കാണ്. ഓക്കെ, ഈ കാറ്റഗറി നമ്പറിൻ്റെ അഡ്വൈസ് ഡീറ്റെയിൽസ് ആണ്. അഡ്വൈസ് പോയിട്ടുള്ളത് 82 പേർക്കാണ് ഇതുവരെ അഡ്വൈസ് പോയിട്ടുള്ളത്. ലാസ്റ്റ് അഡ്വൈസ് നടന്നത് October 22, 2025 ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത്. ഈ ലിസ്റ്റ് ഇപ്പോഴും ആക്റ്റീവ് ആണ്. ഇതുവരെ പോയിട്ടുള്ള റാങ്ക് ആ ഡീറ്റെയിൽസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓപ്പൺ കാറ്റഗറിയിൽ 53 വരെയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ടോട്ടൽ 82 പേർക്കാണ് ഇതുവരെ അഡ്വൈസ് പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി വരുന്ന എക്സാമിൻ്റെ അഡ്വൈസ് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം ലിസ്റ്റ് ഈ 660/2022 ലിസ്റ്റ് ചെറുതായത് കൊണ്ട് തന്നെ ഇനി നടക്കാൻ പോകുന്ന എക്സാംസിൽ നിന്ന് വേക്കൻസീസ് കൂടുതൽ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം PWD എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് എക്സാം ഡേറ്റ് നീട്ടിയത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ടൈം കിട്ടുകയാണ് പഠിക്കാൻ. അപ്പോൾ എല്ലാവരും അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, ഇനി നടക്കാൻ പോകുന്ന എക്സാമിൻ്റെ സിലബസ് നോക്കാം. സിലബസ് നിങ്ങൾക്ക് ഫെബ്രുവരി കലണ്ടറിൻ്റെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൻ്റെ നേരെയുള്ള ടാബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. സിലബസ് നേരത്തെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എക്സാംസിന് പ്രിപ്പയർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ മനസ്സിലാവും. ഈ സിലബസ് എന്ന് പറയുന്നത് കൺവെൻഷണൽ ആയിട്ടുള്ള സിലബസ് തന്നെയാണ്, ഒരു മാറ്റവും വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആൻഡ് സ്ട്രക്ചറൽ അനാലിസിസ് 10 മാർക്കാണ്
ഇതിൽ നിന്ന് വരാവുന്നത്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആണ്. ഒരു 7 to 8 മാർക്സ് ഒക്കെ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ നിന്ന് തന്നെ ആയിരിക്കും. ഒരു 2 to 3 മാർക്സ് ഒക്കെ ആയിരിക്കും സ്ട്രക്ചറൽ അനാലിസിസിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ അതിൽ സ്ട്രെസ് സ്ട്രെയിൻ കോൺസെപ്റ്റ്, ബെൻഡിങ് മൊമെൻറ്റ്, ഷിയർ ഫോഴ്സ്, സ്ട്രെസ്, ഡിഫ്ലക്ഷൻ, തിയറി ഓഫ് കോളംസ് എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം സ്ട്രക്ചർ അനാലിസിസിൽ സ്ട്രെസ് അനാലിസിസ്, എന്താണ് മൂവിങ് ലോഡ് ഇൻഫ്ലുവൻസ് ലൈന്, അതുപോലെ സ്ലോപ്പ്, ഡിഫ്ലക്ഷൻ, സ്ട്രെയിൻ എനർജി എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത മൊഡ്യൂൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് വാട്ടർ എഞ്ചിനീയറിംഗ് ആണ്. മൊത്തം 10 മാർക്കാണ് ഇതിൽ നിന്ന് വരുന്നത്. അപ്പോൾ അതിൽ തന്നെ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നിന്ന് അറൗണ്ട് ഒരു 5 മാർക്സ് ഒക്കെ വരാം. അതുപോലെ തന്നെ വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗിൽ തന്നെ ഹൈഡ്രോളജി ഉണ്ട്, ഇറിഗേഷൻ ഉണ്ട്. ഓക്കെ, അപ്പം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ്. ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സിൽ ഫ്ലൂയിഡ് പ്രഷർ, ബോയൻസി, ഫ്ലോട്ടേഷൻ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോയൻസി, ഫ്ലോട്ടേഷൻ, പിന്നെ കൈനമാറ്റിക്സ്, ഡൈനാമിക്സ്, ഫ്ലോ ത്രൂ പൈപ്സ്, ബൗണ്ടറി ലെയർ, ഹൈഡ്രോളിക് മെഷീൻസ്, ഓപ്പൺ ചാനൽ ഫ്ലോ, സെൻട്രിഫ്യൂഗൽ പൈപ്സ്, ഇമ്പൾസ് ആൻഡ് റിയാക്ഷൻ ടർബൈൻസ് എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഡയമെൻഷണൽ അനാലിസിസ് ആൻഡ് മോഡൽ ടെസ്റ്റിംഗ് വരെയാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന ടോപ്പിക്ക് വരുന്നത്. അതിനുശേഷം ഹൈഡ്രോളജിയാണ് വരുന്നത്. ഹൈഡ്രോളജിയിൽ പ്രസിപ്പിറ്റേഷൻ, ഇൻഫിൽട്രേഷൻ, ഇവാപ്പറേഷൻ, ഡാറ്റ അനാലിസിസ്, റൺ ഓഫ്, ഹൈഡ്രോഗ്രാഫിൽ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ്, എസ് ഹൈഡ്രോഗ്രാഫ് വരെയാണ് ഹൈഡ്രോളജി വരുന്നത്. അതിനുശേഷം വരുന്നത് ഇറിഗേഷൻ്റെ പാർട്ടാണ്, ഇറിഗേഷൻ ടൈപ്സ്, മെത്തേഡ്സ്. ഓക്കെ, അപ്പോൾ ഇറിഗേഷൻ്റെ പാർട്സാണ് അത് ബാക്കി വരുന്നത്. അപ്പോൾ ഇറിഗേഷനിൽ നിന്ന് അറൗണ്ട് ഒരു 2 to 4 മാർക്സ് ഒക്കെ ഇറിഗേഷനിൽ നിന്ന് വരാം. ഹൈഡ്രോളജി എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു 1 to 2 മാർക്സ് ഒക്കെ ആയിരിക്കും വരുന്നത്. ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നിന്ന് അറൗണ്ട് ഒരു 5 മാർക്സ് ഒക്കെ വരാം. അപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഫ്ലൂയിഡ് മെക്കാനിക്സ് തന്നെയാണ്. അപ്പോൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ പഠിക്കുമ്പോൾ പ്രോബ്ലംസ് ഇമ്പോർട്ടൻ്റ് ആണ് ഫ്ലൂയിഡ് മെക്കാനിക്സിൽ. ഓക്കെ, അടുത്തത് സർവേ, ലെവലിംഗ്, ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് വാല്യൂയിങ്. 10 മാർക്കാണ് ടോട്ടൽ വരുന്നത്. അപ്പോൾ അതിൽ സർവേ എന്ന് പറയുന്ന ടോപ്പിക്ക് പൊതുവെ ഓവർസിയർ എക്സാംസിന് വേണ്ടിയിട്ട് നോക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് റിവൈസ് ചെയ്ത് വിടുക. അപ്പോൾ അതിൽ സർവേ ആൻഡ് ലെവലിങ്ങിൽ അറൗണ്ട് ഒരു 5 to 6 മാർക്സ് ഒക്കെ സർവേ ആൻഡ് ലെവലിംഗ് നിന്നും, ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് വാല്യൂവേഷൻസ് എന്ന് ഒരു 3 to 4 മാർക്സ് ഒക്കെ ആയിരിക്കും വരാൻ ചാൻസ്. അപ്പോൾ അതിൽ ഇവിടെ മോഡേൺ സർവേയിങ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. EDM, ടോട്ടൽ സ്റ്റേഷൻ, GPS, റിമോട്ട് സെൻസിങ്, GIS. ഓക്കെ, അപ്പോൾ അത്രയും. അതിനുശേഷം അനാലിസിസ് ഓഫ് റേറ്റ്സ് ഉണ്ട്, ഡാറ്റ ബുക്ക്, ഷെഡ്യൂൾ അനാലിസിസ്, ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ്, ഡീറ്റെയിൽ എസ്റ്റിമേറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പിന്നെ വാല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ തന്നെയും പ്രോബ്ലംസും കൂടുതൽ നോക്കുക. സർവേയിങ്ങിൽ പ്രോബ്ലംസും കൂടെ പഠിച്ചു പോവാം. ഓക്കെ, അടുത്ത ടോപ്പിക്ക് ബിൽഡിംഗ് മെറ്റീരിയൽസ്, കൺസ്ട്രക്ഷൻ ടെക്നോളജി ആൻഡ് കൺസ്ട്രക്ഷൻ മാനേജ്മെൻ്റ് ആണ്. ടോട്ടൽ 20 മാർക്സ് ആണ് വരുന്നത്. അപ്പോൾ അതിൽ കൺസ്ട്രക്ഷൻ മാനേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ LSTD എക്സാമിന് കണ്ടിരുന്നു. അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ ആക്ച്വലി റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ സിലബസ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്തിട്ട് വെച്ച് തന്നെ പഠിക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ അതിൽ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിൽ ടിമ്പർ, മോട്ടാർ, അയൺ, സ്റ്റീൽ, ഓക്കെ അതൊക്കെയാണ് വരുന്നത്. പിന്നെ കോൺക്രീറ്റ്, അഡ്മിഷേഴ്സ്, മേക്കിംഗ് ഓഫ് കോൺക്രീറ്റ്, പ്രോപ്പർട്ടീസ് ഓഫ് കോൺക്രീറ്റ്, മിക്സ് പ്രൊപ്പോർഷനിങ്. കോൺക്രീറ്റിൽ നിന്ന് അറൗണ്ട് 3 to 4 മാർക്സ് അതിൽ നിന്ന് തന്നെ കിട്ടാൻ ചാൻസ് ഉള്ള ടോപ്പിക്കാണ് കോൺക്രീറ്റ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. അതിനുശേഷം ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. ഓക്കെ, അപ്പം കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസും ബിൽഡിംഗ് കൺസ്ട്രക്ഷനും തന്നെയാണ്. ഓക്കെ, അപ്പോൾ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസും ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസിൽ നിന്നും തന്നെ ആയിരിക്കും ഒരു 10 to 14 മാർക്സ് ഒക്കെ ആ ഒരു പോർഷൻസിൽ തന്നെ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസിൽ എന്തൊക്കെ ഉണ്ടാവും? ഫൗണ്ടേഷൻസ്, മേസണറി, ലിൻഡൽസ്, ആർച്ചസ്, ഫ്ലോറിങ്, അങ്ങനെയുള്ള ടോപ്പിക്കെല്ലാം തന്നെ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്സ് അതിൽ വരുന്നു. അതിനുശേഷം വരുന്നതാണ് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ്. അതാണ് കൺസ്ട്രക്ഷൻ പ്ലാനിങ്, ഷെഡ്യൂളിങ്, ഓക്കെ ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ്സ്, എത്തിക്സ്, അങ്ങനെയുള്ള പോർഷൻസ് എല്ലാം തന്നെ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റിലാണ് വരുന്നത്. അപ്പോൾ ഫ്ലോട്ടൊക്കെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിരിക്കേണ്ട ഭാഗങ്ങളാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ടോപ്പിക്കാണ് എൻവയറമെൻറ്റൽ എഞ്ചിനീയറിംഗ്. എൻവയറമെൻറ്റൽ എഞ്ചിനീയറിംഗിൽ 10 മാർക്സ് ആണ് വരുന്നത്. അതിൽ വാട്ടർ സോഴ്സ് ഡിമാൻഡ്, പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ്, ക്വാളിറ്റി ഓഫ് വാട്ടർ, പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ്, ഡിസിൻഫെക്ഷൻ, അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ്സ്, ഡിസ്ട്രിബ്യൂഷൻ, ഓക്കെ അതെല്ലാം തന്നെ വരുന്നു. അതിനുശേഷം വേസ്റ്റ് വാട്ടറിൻ്റെ സോഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഓക്സിജൻ ഡിമാൻഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, സെപ്റ്റിക് ടാങ്ക്, ട്രീറ്റ്മെൻറ്റ്സിൽ തന്നെ എയറോബിക്, അനഎയറോബിക്, പിന്നെ സെപ്റ്റിക് ടാങ്ക്, ആക്ടിവേറ്റഡ്, സ്ലഡ്ജ് പ്രോസസ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പോൾ ഇതിൽ നിങ്ങൾ പഠിക്കുമ്പോൾ പ്രോബ്ലംസ് കൂടെ
ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. പിന്നുള്ളത് എയർ പൊല്യൂഷൻ വരുന്നുണ്ട്. ഈ ടോപ്പിക്കിൽ എയർ പൊല്യൂഷൻ കൂടെ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പോൾ അടുത്തതാണ് ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സിന് 20 മാർക്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് കോഡൽ പ്രൊവിഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഓഫ് ഡിസൈൻ ഓഫ് ടോർഷൻ വരുന്നുണ്ട്, കോളം വരുന്നുണ്ട്. കോളമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കംപ്രഷൻ മെമ്പേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. IS റെക്കമെൻഡേഷൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ കോൺക്രീറ്റ് ഉണ്ട്. എല്ലാത്തിൻ്റെ IS റെക്കമെൻഡേഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. കൂടുതൽ കുഴപ്പിക്കുന്നതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ഇതിൽ നിന്ന് വരത്തില്ല. പക്ഷേ നിങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ടോപ്പിക്കൊക്കെ പെട്ടെന്ന് കിട്ടാവുന്നതാണ്. പിന്നുള്ളത് സ്റ്റീൽ സ്ട്രക്ചേഴ്സ് ആണ്. അതിൽ തന്നെ ബോൾട്ടഡ് ആൻഡ് വെൽഡഡ് കണക്ഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് ഒരു സ്റ്റീൽ സ്ട്രക്ചേഴ്സിൽ നിന്ന് അറൗണ്ട് ഒരു 2 to 3 മാർക്സ് ഒക്കെ തന്നെ വരത്തുള്ളൂ. ബാക്കി പോർഷൻസിൽ നിന്നായിരിക്കും മാർക്ക് കൂടുതലായിട്ട് വരുന്നത്. അടുത്തത് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിങ്ങിന് 10 മാർക്കാണ് വരുന്നത്. അപ്പോൾ അതിൽ ഈ ഒരു ഏതൊക്കെയാണ് ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് 3 phase സിസ്റ്റം, മേജർ സോയിൽ ഡെപ്പോസിറ്റ്, പെർമിയബിലിറ്റി, എഫക്റ്റീവ് സ്ട്രെസ്, അതുപോലെ സ്റ്റെബിലിറ്റി ഓഫ് ഫൈനൈറ്റ് സ്ലോപ്സ്, പിന്നെ ന്യൂമാർക്സ് ചാർട്ട്, ബോക്സ്നെസ് ഫോർമുല എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. പിന്നെ ബിയറിംഗ് കപ്പാസിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ ടെസ്റ്റ് അതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഡീപ് ഫൗണ്ടേഷൻ, മെഷീൻ ഫൗണ്ടേഷൻ, ഷാലോ ഫൗണ്ടേഷൻ്റെ കാര്യങ്ങൾ, പിന്നെ ഗ്രൗണ്ട് ഇംപ്രൂവ്മെൻറ്റ് ടെക്നിക്സ്. ഇതിന് എന്തായാലും 1 മാർക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ടോപ്പിക്കാണ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് അർബൻ പ്ലാനിംഗ് എന്ന് പറയുന്നത്. ടോട്ടൽ 10 മാർക്കാണ് വരുന്നത്. ഇതിൽ വരുന്ന ടോപ്പിക്സ് ആണ് ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഹൈവേ വരുന്നുണ്ട്, ട്രാഫിക് വരുന്നുണ്ട്, എയർപോർട്ട്, പിന്നെ റെയിൽവേ, ടണൽ, ഹാർബർ, ഡോക്സ്, പിന്നെ അർബൻ പ്ലാനിംഗ് ആണ് വരുന്നത്. അപ്പോൾ അതിൽ ഈ ഒരു ജോമെട്രിക് ഡിസൈൻ ഓഫ് ഹൈവേസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ട്രാഫിക് എഞ്ചിനീയറിംഗ് ആണ് വരുന്നത്. അതിന് ട്രാഫിക് എഞ്ചിനീയറിംഗ് അറൗണ്ട് ഒരു 3 to 4 മാർക്സ് ഒക്കെ വരും. പിന്നെ ഉള്ളത് റെയിൽവേ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. റെയിൽവേന്ന് ഒരു 1 to 2 മാർക്സ് ഒക്കെ. പിന്നെ അർബൻ പ്ലാനിങ്ങിൽ നിന്ന് ഒരു 1 to 2 മാർക്സ് അതിനും അർബൻ പ്ലാനിങ്ങിൽ നിന്നും വരും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഈ വരാനിരിക്കുന്ന അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിംഗ് എക്സാമിൻ്റെ സിലബസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എക്സാം ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് തന്നെ 2 മാസം എക്സ്ട്രാ കിട്ടിയേക്കാണ്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുക. എപ്പോഴും പഠിക്കുമ്പോൾ സബ്ജക്റ്റ് ക്ലബ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അതായത് ഒരു തിയറി സബ്ജക്റ്റും ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സബ്ജക്റ്റും കൂടെ ക്ലബ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. പഠിക്കുമ്പോൾ ഈ തിയറി സബ്ജക്റ്റ് അത് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള സബ്ജക്റ്റാണ്. GT, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്, എൻവയറമെൻറ്റൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മൂന്നും ഒന്ന് സേഫാക്കി വെക്കുകയാണെങ്കിൽ 30 മാർക്സ് ആണ് അതിൽ നിന്ന് തന്നെ കിട്ടുന്നത്. പിന്നെ ഉള്ളത് ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സ് ആണ്. ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സ് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. IS റെക്കമെൻഡേഷൻസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ വീണ്ടും 20 മാർക്സ് ആണ് അതിൽ നിന്ന് വരുന്നത്. പിന്നെ സർവേയും BMCയും പഠിക്കുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്ത് പഠിക്കാൻ നോക്കുക. കാരണം വാസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണിത്. പിന്നെ ഡെയിലി നിങ്ങൾ റിവൈസ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.